ഈ വീഡിയോയുടെ ന്യൂസ് ബേസ്ഡ് അനാലിസിസ് തുടങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഈ വീഡിയോ കാണുന്ന പല ആൾക്കാരും ഉണ്ട്. അപ്പം എനിക്ക് തോന്നിയൊരു ആശയമാണ്, അതായത് ഇപ്പം ഞാനിത് തമിഴിൽ സ്റ്റാർട്ട് ചെയ്തു, ഹിന്ദിയിലും ഇംഗ്ലീഷിലും സ്റ്റാർട്ട് ചെയ്യാൻ കന്നഡയിൽ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പം നമ്മുടെ നാട്ടിൽ പല ചെറുപ്പക്കാരുണ്ട്. അപ്പം അവർക്ക് ഏത് രീതിയിലാണ് ഒരു പ്രോത്സാഹനം കൊടുക്കുന്നത്? കാരണം അവർക്ക് സാമ്പത്തികമായിട്ട് പ്രോത്സാഹനം കൊടുത്ത് ലോകത്താരെ സാറ്റിസ്ഫൈ ചെയ്യാൻ പറ്റില്ല. പക്ഷെ മിടുക്കന്മാരായ മലയാളി ചെറുപ്പക്കാർ, പിള്ളേർ, അതായത് സ്റ്റുഡൻസ് ആണെങ്കിലും യങ്സ്റ്റേഴ്സ് ആണെങ്കിലും പലരും സ്റ്റാർട്ടപ്പിന് വേണ്ടി നോക്കിയിരിക്കുന്നവരുണ്ട്. അവർ താല്പര്യമുള്ളവരുണ്ട്, അവർക്ക് പണമില്ലാത്തവരുണ്ട്. അപ്പോൾ അവരെയൊക്കെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നൊരു പരിപാടി ഞാൻ സ്റ്റാർട്ട് ചെയ്യും, ഒരു മിനിറ്റ് 1.5 മിനിറ്റ് രീതിയിൽ. അപ്പം അതിനകത്ത് ഇന്നോവേറ്റീവായിട്ടുള്ള ഐഡിയാസ്, പിന്നെ ഇന്നോവേറ്റീവായിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന പല ഫുഡിൻ്റെ മറ്റുള്ള പ്രോഡക്റ്റുകൾ. അപ്പം കാര്യം മനസ്സിലാക്കുക, എനിക്കിപ്പോൾ ഒരുവിധം ഗ്ലോബൽ പ്രസൻസ് ഉണ്ട്, ശരിക്കും ഗ്ലോബലായിട്ട് കാണുന്ന മലയാളികളുണ്ട്. പല ആൾക്കാർക്കും ഇങ്ങനെയുള്ള സംരംഭങ്ങളിൽ, അതായത് സ്റ്റാർട്ടപ്പുകളിലൊക്കെ ആണെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ട്. അപ്പോൾ അവരെയായിട്ട് ഞാൻ നിങ്ങളെപ്പറ്റി പറയത്തേ ഉള്ളൂ, നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട അവരൊക്കെ. ഞാൻ ഇതുമായിട്ട് മീഡിയേറ്ററേ അല്ല, എനിക്ക് താല്പര്യമേ ഇല്ല. അപ്പം ഇത് പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും, അഡ്വർടൈസ്മെൻ്റ് ഒന്നുമല്ല. നിങ്ങൾക്ക് ഇത് പ്രൊമോട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് എൻ്റെ ഒരു ഒബ്ജക്റ്റീവ്. അപ്പം അങ്ങനെയുള്ളവർ എനിക്ക് മെസ്സേജ് അയക്കാം, വാട്സപ്പിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും. നിങ്ങൾക്കറിയാം എനിക്ക് അക്കൗണ്ട് ഉണ്ട്. എന്നെ മാക്സിമം ഫോൺ ചെയ്യാതിരിക്കാൻ ശ്രമിക്കണം, കാരണം ഞാൻ ഫോൺ എടുക്കുന്ന ഒരാളല്ല ബേസിക്കലി. നിങ്ങൾ മെസ്സേജ് ഫോണിൽ വാട്സപ്പിലോ മറ്റുള്ളിടത്ത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാൻ നിങ്ങളെ തിരിച്ചു വിളിക്കും. ഞാൻ ബേസിക്കലി ഒരു ചെറിയ വട്ടനാ കാര്യത്തില്ല, കാരണം പണ്ട് മുതലേ ഞാൻ ഫോൺ എടുക്കത്തില്ല. മെസ്സേജ് അയച്ചാൽ തിരിച്ചു വിളിക്കും, ഉറപ്പായിട്ടും തിരിച്ചു വിളിക്കും. ഞാൻ എഴുതി വെച്ചിട്ട് അത് റിമൈൻഡർ കൊടുത്തിട്ട് നിങ്ങളുടെ സമയം അനുസരിച്ച് മെസ്സേജ് തന്നിട്ട് ഞാൻ വിളിക്കുകയുള്ളൂ. കാരണം നിങ്ങളുടെ സമയം ഞാൻ അതേപോലെ വാല്യൂ കൽപ്പിക്കുന്ന ഒരാളാണ്. കാരണം ഞാൻ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറയുന്ന ഫോണൊന്നും ഞാൻ പൂർണ്ണമായിട്ട് എൻ്റർടൈൻ ചെയ്യത്തില്ല. വളരെ അത്യാവശ്യമുള്ള കോളുകൾ അറിയാവുന്നവർ വെയിറ്റ് ചെയ്യുന്ന ആ കോളുകൾ മാത്രമേ ഞാൻ എടുക്കാറുള്ളൂ. ഇങ്ങനൊരു സംഭവം എനിക്ക് അപ്പം അതിനായിട്ട് താല്പര്യമുള്ള ചെറുപ്പക്കാർക്ക് എന്നെ മെസ്സേജ് അയക്കാം, സ്ത്രീകൾക്കും മെസ്സേജ് അയക്കാം. അപ്പം ഏതൊക്കെ രീതിയിലാണ്, അതായത് 1.5 മിനിറ്റ് ഉള്ള വീഡിയോയുടെ ഇടയ്ക്ക് ഇതേപോലൊരു പ്രൊഫൈൽ, നിങ്ങളുടെ പ്രോഡക്റ്റ് എന്തുവാണ്, അത് പൂർണ്ണമായിട്ട് ഫ്രീ ആയിരിക്കും. പിന്നെ വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, എനിക്ക് നിങ്ങളെ ഈ പറയുന്നൊരു ബ്രോക്കർ മീഡിയ ആ സംഭവം എനിക്കില്ല. എനിക്ക് 1% പോലും താല്പര്യമില്ല. എന്നെ അതിനകത്ത് കൂട്ടി യോജിപ്പിക്കുകയും ചെയ്യരുത്, അതിനെ പൂർണ്ണമായിട്ട് എതിർക്കുകയും ചെയ്യും. എനിക്കത് നിങ്ങളുടെ ബിസിനസ് ഇൻട്രസ്റ്റും അതിനകത്തൊരു മീഡിയേറ്റർ ആകാൻ താല്പര്യം, കാരണം എനിക്ക് വേറെ ഒത്തിരി പരിപാടികളുണ്ട്. അപ്പം ആ ഒരു രീതിയിൽ ശ്രമിക്കരുത്. ഈ വീഡിയോയുടെ കണ്ടന്റ് എന്ന് പറയുന്നത്, ആദ്യമായിട്ട് അമേരിക്കൻ പ്രസിഡന്റ് ആയ ശേഷം ട്രംപ് ഇറാനോട് വളരെ ലോഹ്യമായിട്ടാണ് ഒരു പ്രസ്താവന കൊടുത്തിരിക്കുന്നത്. ഇറാനോട് കാരണം ബാക്ക് ഡോർ ടോക്സ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. ഡാവോസിലാണ് ഈ ടോക്സ് സ്റ്റാർട്ട് ചെയ്ത് വേൾഡ് എക്കണോമിക് ഫോറം നടക്കുമ്പോൾ അമേരിക്കൻ ഡിപ്ലോമാറ്റ്സ് ആണ് ഇതുമായിട്ട് ഇനിഷ്യേറ്റ് ചെയ്ത് ഇറാൻ്റെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററുമായിട്ട് ടോക്സ് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം അമേരിക്കൻ പ്രസിഡന്റ് ഇന്ന് കൊടുത്തിരിക്കുന്ന പ്രസ്താവന എന്ന് പറയുന്നത്, ഇറാൻ ഒരു കാരണവശാലും ന്യൂക്ലിയർ ആയുധങ്ങൾ അതുണ്ടാക്കുവാനും ഉപയോഗിക്കാനും അത് ശേഖരിച്ച് വെക്കാനും ശ്രമം നടത്തരുത്. ഇനി ഇലക്ട്രിസിറ്റിയുടെ ആവശ്യത്തിനുള്ളതാണ് ന്യൂക്ലിയർ ഉപയോഗിക്കുന്നതെങ്കിൽ അതിന് പ്രത്യേക റെഗുലേഷൻ വന്ന് ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ അതിനകത്ത് അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സ് ആയിരിക്കും. അത് നേരത്തെ പറഞ്ഞ പോലെ ജർമ്മനിയുടെ ഫ്രാൻസിന്റെ ഇൻസ്പെക്ടേഴ്സ് അല്ല, അമേരിക്കൻ ഇൻസ്പെക്ടേഴ്സ് പരിശോധിക്കും. അതുമല്ല, അത് പൂർണ്ണമായിട്ടും ട്രാൻസ്പെറൻ്റ് ആയിരിക്കും. അതിനെ സഹായിക്കാൻ അമേരിക്ക തയ്യാറാണ്. ആലോചിച്ച് നോക്കുക, ട്രംപിന് വാറിനോടൊന്നും താല്പര്യമില്ല. ബൈഡൻ ചെയ്ത പോലെയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കിയിട്ട് സംഭവമാണ്. ട്രംപ് നേരത്തെ ഇരുന്ന സമയത്ത് അയാൾ വാറിനെതിരായിരുന്നു. പക്ഷെ ആരൊക്കെയാണ് പ്രശ്നം ഉണ്ടാക്കുക അവനെങ്ങ് തട്ടും. അല്ല, ഒരു രാജ്യത്തും പോയി വാറുണ്ടാക്കി കാരണം ഇയാൾ കച്ചവടക്കാരനെ. വാറുണ്ടായി കഴിഞ്ഞാൽ ബേസിക്കലി എല്ലാ രാജ്യങ്ങൾക്കും പ്രശ്നമാണ്.
ഇതാണ് ഇതിൻ്റെ പ്രധാന ഘടകം. എന്താണ് പിന്നീട് പറയുന്നത്? ഇറാൻ ഒരു പ്രോസ്പെറസ് ആയിട്ട്, ഒരു നല്ല രാജ്യമായിട്ട്, ശക്തമായ രാജ്യമായിട്ട് മിഡിൽ ഈസ്റ്റ് ഏഷ്യ, വെസ്റ്റ് ഏഷ്യയിൽ വരണം എന്നതാണ് അമേരിക്കയുടെ താല്പര്യം. ഒന്ന്, അവരെ ശത്രു രാജ്യമായിട്ട് മറ്റുള്ളവർ കാണുന്നതിനോട് അമേരിക്കയ്ക്ക് യോജിപ്പില്ല. അവിടെ ജനാധിപത്യം നടപ്പിലാക്കണം. അതായത് മതഭരണകൂടം എന്ന് പറയുന്ന സാധനത്തെ മാറ്റി പൂർണ്ണമായിട്ടും ജനാധിപത്യ രീതിയിൽ അവിടെ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പൊ അതിന്റെ മാറ്റങ്ങളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിനനുകൂലമായ ഘടകങ്ങൾ ഇറാൻ മുന്നോട്ട് വെക്കുകയാണെങ്കിൽ ഇറാനുമായിട്ട് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനും അവരെ സാമ്പത്തികമായി സപ്പോർട്ട് ചെയ്യാനും ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്ന സാങ്ഷൻ, അത് ഇമ്പോസ് ചെയ്തിരിക്കുന്ന സാങ്ഷൻ ലിഫ്റ്റ് ചെയ്യാൻ, അതായത് ഉപരോധം ലിഫ്റ്റ് ചെയ്യാനും അമേരിക്ക തയ്യാറാണ്. അതായത് വളരെ പോസിറ്റീവായ സൂചനയാണ് ഇറാന് കൊടുത്തിരിക്കുന്നത്. അതായത് മസൂദ് പെഷഷ്കാന്റെ നേതൃത്വത്തിൽ, കാരണം അവർ നേരത്തെ പറഞ്ഞ സ്റ്റാൻഡിൽ നിന്ന് ഒത്തിരി പിന്മാറി. അവർ പബ്ലിക്കിൽ പറയുന്നേ ഉള്ളൂ. ഞാനീ പല രാജ്യങ്ങളും പബ്ലിക്കിൽ പറയുന്നതല്ല റിയാലിറ്റി കാണിക്കുന്നത്. പബ്ലിക്കിൽ പല അറേബ്യൻ രാജ്യങ്ങളും, ജോർദാൻ ആണെങ്കിൽ ഈജിപ്തും പറഞ്ഞു അവര് ഗാസയെന്നും അതിനെ എത്നിക് ക്ലീനിങ് അതിനോട് സമ്മതിക്കും. പക്ഷെ ബാക്ക്ഡോറിൽ വേറെ സംഭാഷണം നടത്തി ഇതെല്ലാം അനുകൂലിക്കുക. ഇവിടെയും ഇറാന്റെ കാര്യത്തിൽ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇറാൻ വളരെ പോസിറ്റീവായിട്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. കാരണം ആ രാജ്യത്തിൻ്റെ എക്കോണമി തകർന്നു. അവിടെ 2 മണിക്കൂർ മാത്രമേ ഇലക്ട്രിസിറ്റി ഉള്ളൂ. ഇത് മുഴുവൻ റിപ്പയർ ചെയ്യുന്നതിൻ്റെ ഫെസിലിറ്റീസ്, സാധനം, ടെക്നോളജി, റിപ്പയർ ചെയ്യേണ്ട സ്പെയർ പാർട്സ് സാധനങ്ങളും അവരുടെ കയ്യിലില്ല. അതായത് ആ രാജ്യത്തിൻ്റെ ഇന്നത്തെ ഗതികേടെന്ന് പറയുന്നത് സ്കൂളുകൾ പോലും അടച്ചിട്ടേക്കുവാണ്. അപ്പോൾ ചില കുട്ടികൾക്ക് വർക്ക് ഫ്രം വീട്ടിൽ ഇരുന്ന് പഠിക്കാം. പക്ഷെ വീട്ടിൽ ഇരുന്ന് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഇന്റർനെറ്റിൽ കൂടെ ഇലക്ട്രിസിറ്റി വേണം. അതില്ല, ആകെ 2 മണിക്കൂറേ ഉള്ളൂ. അതായത് ഇറാൻ ഇന്ന് പോകുന്ന വലിയൊരു ക്രൈസിസിലാണ്. ഇതെല്ലാം കൂടെ കൂട്ടിച്ചേർത്ത് വായിക്കുമ്പോൾ ഇറാനുമായിട്ട് ബൈലാട്രിയൽ ഡിസ്കഷനും ടോക്സും ആരംഭിക്കാൻ പോകുന്ന ലക്ഷണമാണ് കാണുന്നത്. അപ്പം നേരത്തെ നിങ്ങൾക്കറിയാം, ഒബാമ അഡ്മിനിസ്ട്രേഷൻ ഉണ്ടായിരുന്നപ്പോൾ ജോയിന്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ഓഫ് ആക്ഷൻ JCPOA എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. അതായത് ലിമിറ്റഡ് രീതിയിൽ ഇറാന് ന്യൂക്ലിയർ സാധനങ്ങൾ ഉപയോഗിക്കാം, പക്ഷെ അതിൻ്റെ അകത്ത് വെപ്പൺസിന്റെ കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷെ ഇവിടെ ഇപ്പൊ ട്രംപ് പറയുന്ന വെപ്പൺസ് ഒരു കാരണവശാലും ഉണ്ടാക്കാൻ സമ്മതിക്കില്ല, അതായത് ന്യൂക്ലിയർ വെപ്പൺസ്. പക്ഷേ ന്യൂക്ലിയർ സാധനങ്ങൾ ഉപയോഗിക്കുവാണെങ്കിൽ അത് സമാധാനപരമായിട്ടുള്ള ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യാനും അതിന് മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. കാരണം ഇന്ന് ഇറാനിൽ ഇലക്ട്രിസിറ്റി ഇല്ല, അതാണ് എൻ്റെ കാരണം പല ഭാഗത്തും. പക്ഷെ അവരുടെ ഇഷ്ടം പോലെ ക്രൂഡുണ്ട്. പക്ഷെ ഇത് കൺവേർട്ട്, ഈ സംഭവങ്ങളൊന്നും, ഈ ടെക്നോളജി ഒന്നും, ഈ ലേറ്റസ്റ്റ് ഗ്ലോബലായിട്ട് കിട്ടിയിരിക്കുന്ന ടെക്നോളജി പല അറേബ്യൻ രാജ്യങ്ങളും യൂസ് ചെയ്യുന്നത് ഒന്നില്ലേ അമേരിക്കയുടെ, അല്ലെങ്കിൽ ചില യൂറോപ്പ്, ഏറ്റവും കൂടുതൽ അമേരിക്കയുടെയാണ്. കാരണം നമ്മൾ ഈ പെട്രോളിയുമായിട്ട് ബന്ധപ്പെട്ട അമേരിക്കൻ സ്റ്റാൻഡേർഡ് ഓഫ് പെട്രോളിയം എന്നാണ് ഇത് കൊടുക്കുന്നത്. ഞാൻ ഇത് കണ്ടിട്ടുണ്ട് ഇത്. അപ്പം അതനുസരിച്ചാണ് ഗ്ലോബലായിട്ട് എല്ലാ രാജ്യങ്ങളും പോകുന്നത്. അപ്പം അത് ഇറാൻ അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. പിന്നെ ഇറാന്റെ ചെറുപ്പക്കാർ, അവർക്ക് തൊഴിൽ കിട്ടുന്നില്ല. അവരുടെ ഈ ഇറാന്റെ ലൈഫ് സ്റ്റൈൽ കംപ്ലീറ്റ് തകർന്ന് നാശമായി. കാരണം ഒരു നിവൃത്തിയും ഇല്ലാത്ത രീതിയിൽ അതിനെ അങ്ങ് മാറ്റി. അപ്പം അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിൽ ജനകീയ പ്രക്ഷോഭം ഗവൺമെന്റിനെതിരെ അവിടെ ഭരിക്കുന്ന, അതിനെ പൂർണ്ണമായിട്ട് നോക്കിക്കാണാൻ ഷിയാമിലെ ഭരണകൂടത്തിനെതിരെ ജനങ്ങൾ തിരിഞ്ഞത്. ഇപ്പൊ പല കാരണങ്ങളും, ഒരു കാര്യമല്ല, പല കാരണം കൊണ്ടും ഇപ്പോഴത്തെ പ്രസിഡന്റിന് അറിയാം ഇത് അമേരിക്കയുടെയും മറ്റുള്ള രാജ്യങ്ങളുടെ കൂടെ ഒരുമിച്ച് പോയില്ല എങ്കിൽ വരാനുള്ള ദിവസം ഇറാന്റെ ഗതികേടാണ്. ഉറപ്പായിട്ടും മറ്റുള്ള ഒത്തിരി ടൈംസ് ആൻഡ് കണ്ടീഷൻസ് വരും. ഒരു കാരണവശാലും ഇറാൻ ഒരു മിലീഷ്യ ഓർഗനൈസേഷനെ ഫെസിലിറ്റേറ്റ് ചെയ്യാനോ അവർക്ക് വെപ്പൺസ് കൊടുക്കാനോ ട്രെയിനിങ് കൊടുക്കാനോ തയ്യാറാവരുത്. അതിനകത്ത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യത്ത് ജനാധിപത്യം കൊണ്ടുവരണം, സ്ത്രീകൾക്ക് പൂർണ്ണമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കണം. അപ്പം അങ്ങനെ വരുവാണെങ്കിൽ നേരത്തെ ഇസ്ലാമിക് റവല്യൂഷന് മുമ്പ് എങ്ങനെയായിരുന്നു ഇറാൻ? പക്ഷെ ഇപ്പോഴത്തെ ഭരണാധികാരി അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ആൾ തന്നെയാണ്. അപ്പം ഇപ്പോഴത്തെ ഭരണാധികാരി ഇപ്പോഴവിടെ വരുന്ന ചേഞ്ചസും ഈ അലി ഖമേനിയെ ഒതുക്കിയതും ഈ ജഡ്ജസിനെ വെടിവെക്കുന്ന ഇഷ്യൂ ഒക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഇറാനിനാകെ പേടിയായി. അവിടെ എന്തെങ്കിലും നടന്നു കഴിഞ്ഞാൽ
ഇതിൻ്റെ കൺട്രോൾ ഒന്നും ഇല്ലാതെ. പിന്നെ മറ്റൊരു സംഭവം അമേരിക്ക ഭയക്കുന്ന ഇപ്പോഴത്തെ ഭരണകൂടം മാറിയിട്ട് വീണ്ടും അതിനേക്കാളും കാരണം മാറിക്കഴിഞ്ഞാൽ ഒരു കൺട്രോളും ഇല്ലാത്ത വേറെ മറ്റു ആൾക്കാർ വന്നു കഴിഞ്ഞാൽ ഇതിനേക്കാളും മോശമായ സ്ഥിതിയാകും. അപ്പോൾ ഗ്രാജുവലായിട്ട് ഇറാനെ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്തെടുക്കാം, അപ്പൊ അതിനെ എങ്ങനെ അമേരിക്കയും മറ്റുള്ള രാജ്യങ്ങളും സപ്പോർട്ട് ചെയ്യും, എവിടൊക്കെയാണ് മിഡിൽ ഈസ്റ്റ് വെസ്റ്റ് ഏഷ്യയിൽ ഇറാനെ സപ്പോർട്ട് ചെയ്യേണ്ടത്, സാങ്ഷൻ മാത്രമല്ല മറ്റു പലതും സപ്പോർട്ട് ചെയ്യണം. അവർക്ക് നേരെ ചുവ ഫ്ലൈ ചെയ്യാൻ എയർക്രാഫ്റ്റ് പോലും ഇല്ല, കാരണം സ്പെയർ പാർട്സ് കിട്ടാനില്ല, സാങ്ഷനാണ്, സാങ്ഷൻ ഉപരോധമാണ്. അപ്പൊ എല്ലാ ഘടകങ്ങളും ഒത്തുനോക്കുമ്പോൾ കുടിവെള്ളം പോലും പലയിടത്തും മുടങ്ങിയിരിക്കുകയാണ്. കേരളത്തിലെ സുഡാപ്പികൾ ഈ സാറ്റലൈറ്റ് ചാനൽ പറയുന്ന പോലൊന്നുമല്ല, ഇത് ഇറാനിയൻ പത്രങ്ങളാണ് പറയുന്നത്. ടെഹ്റാൻ സിറ്റിയുടെ പല ഭാഗത്തും കുടിവെള്ളം കിട്ടാനില്ല. ഈ സമ്മർ ആകുമ്പോൾ അതിനേക്കാളും പ്രശ്നമാണ്, കാരണം ഡീസാലിനേഷനിൽ കൂടാണ് ഒരു വലിയ ശതമാനം കുടിവെള്ളം ഉണ്ടാക്കുന്നത്. അപ്പൊ അതുപോലെ റിപ്പയർ ചെയ്യാൻ ആ മെഷീൻസും എക്യുപ്മെന്റ്സും റിപ്പയർ ചെയ്യാൻ ഇറാനെ കൊണ്ട് സാധിക്കുന്നില്ല. അത് ഇറാൻ ഈസ് ഇൻ എ ഡീപ് ക്രൈസിസ്. ഈ ഒരു സന്ദർഭത്തിൽ ഈ അമേരിക്കൻ പ്രസിഡന്റ് ഈ പ്രസ്താവന വളരെ പോസിറ്റീവായിട്ട് കണ്ടിട്ട്, അതായത് വാറിനോട് പ്രസിഡന്റ് ട്രംപിന് താല്പര്യമില്ല, ഇറാനെ ഒരു വാറിൻ്റെ അകത്ത് കൊണ്ട് നശിപ്പിക്കാൻ താല്പര്യമില്ല, കാരണം ഇറാനിലെ ജനങ്ങൾ വലിയൊരു ശതമാനം അമേരിക്ക ഇസ്രായേലും പിന്തുണയ്ക്കുന്നുണ്ട്. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കിയിട്ട് ആ സൊല്യൂഷൻ അനുസരിച്ച് ഇറാൻ ജനതയെ മാറ്റുക, അതായത് ഭരണകൂടത്തെയും ജനതയും മാറ്റിയെടുക്കുക, ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാകുക, അവിടെ പ്രോസ്പെരിറ്റി ഉണ്ടാകുക, അവിടെ ബിസിനസ് എസ്റ്റാബ്ലിഷ്മെന്റ് ഉണ്ടാകുക, അവർക്ക് ജോലി കിട്ടുക, ആ രീതിയിൽ ഇറാനെ ഒരു നല്ല ശക്തിയായിട്ട് മാറ്റിയെടുക്കുക. ഈ ഒരു പ്രപ്പോസലാണ് ട്രംപ് മുമ്പോട്ട് വെച്ചിരിക്കുക. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് ഏത് രീതിയിലുള്ള റിയാക്ഷനാണ് ഇറാനിയൻ ഗവൺമെന്റിന് 2-3 ദിവസം അറിയാൻ സാധിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ വെസ്റ്റ് ഏഷ്യ മിഡിൽ ഈസ്റ്റ് ഏഷ്യയിൽ വലിയൊരു ചേഞ്ചസ് ആണ് വരാനുള്ള ദിവസങ്ങൾ ഇറാനുമായി ബന്ധപ്പെട്ട് ഉണ്ടാകാൻ പോകുന്നത്.